കുറച്ചേരം കൂടെ വെയിറ്റ് ചെയ്താ ഊണും കഴിച്ചിട്ട് സച്ചേട്ടനെ കണ്ടിട്ട് പോ. അതെ, അതിനൊക്കെ സമയം വരും. ഇപ്പൊ എനിക്ക് പോയേ പറ്റൂ, അതുകൊണ്ടാ. ശരി എന്നാ ഇറങ്ങട്ടെ അമ്മ. ശരി ശരി മോളെ. ദൈവമേ, സച്ചേട്ടൻ. ചേച്ചിയുടെ വീട്ടിലെ വേറെ ആരൊക്കെയുണ്ട്? അമ്മയുണ്ട്, സഹോദരിമാരും ഹസ്ബൻഡ് സിസ്റ്ററും എല്ലാരും ഉണ്ട്. അപ്പോ അച്ഛനോ? അച്ഛൻ അത് സേതുവേട്ടൻ. ഈ ഇരിക്കുന്നതാ എന്റെ മാഷ്. അച്ഛൻ അല്ല, ആതിരയുടെ അച്ഛനല്ലേ? അതെ, എന്റെ കുട്ടികളുടെ അച്ഛൻ. ദയാനന്ദൻ എന്നായിരുന്നു പേര്. സത്യം പറഞ്ഞ അച്ഛനായിരുന്നു ഞങ്ങളുടെ വെളിച്ചവും വഴികാട്ടിയും എല്ലാം. രണ്ടുപേരും മരിച്ചിട്ട് ഇപ്പൊ 10 വർഷം കഴിഞ്ഞു. സേതുവേട്ടൻ എന്റെ 2 മക്കളുടെയും അമ്മായിച്ചനായിരുന്നെങ്കിലും അവർക്ക് സ്വന്തം അച്ഛൻ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് എന്റെ അച്ഛമോക്ക്. അച്ഛമോൾ എന്ത് പറയുന്നോ അതായിരുന്നു സേതുവേട്ടന്റെ അവസാന വാക്ക്. അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള മരുമകളും അർച്ചനയെടുത്തിയായിരുന്നു. സ്വന്തം മക്കളോട് പോലും ഇല്ലാത്ത സ്നേഹമായിരുന്നു അർച്ചനയെടുത്തിയോട് അച്ഛന്. എന്റെ അച്ഛമോളും സേതുവേട്ടനെ സ്വന്തം അച്ഛനെ പോലെ തന്നെയാ സ്നേഹിച്ചത്. വന്നു കയറുന്ന പെൺമക്കളാ ഒരു വീടിന്റെ ഐശ്വര്യമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിന്റെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാ. ഇതെന്താ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്ന? വാ, ചായ കുടിക്കാം. ആയിഷ ചേച്ചി വാ മോളെ. ഈശ്വര, മുഖത്തുനിന്നുള്ള തുണി മാറ്റാതെ ചായ കുടിക്കാൻ പറ്റില്ലല്ലോ. ദാ ചായ കുടിക്കും മോളെ. അത് പിന്നെ ഇങ്ങനെ ഇടനേരങ്ങളില് ഞാൻ ചായയും കാപ്പിയും ഒന്നും കുടിക്കുന്ന പതിവില്ല. അയ്യോ, അതിപ്പോ കഷ്ടായല്ലോ. എന്നാ പിന്നെ മോക്ക് തണുത്ത എന്തെങ്കിലും എടുക്കട്ടെ? അയ്യോ വേണ്ട, എനിക്ക് നല്ല തൊണ്ടവേദനയുണ്ട്. ഓ തണുത്ത എന്തെങ്കിലും കഴിച്ചാൽ ചിലപ്പോ പ്രശ്നമാവും. ശരി. ഞാൻ വെറുതെ ഈ വഴി പോയപ്പോ നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി കയറിയതാ. ഇറങ്ങട്ടെ, എനിക്ക് വേറെ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. മോളൊന്നും കഴിക്കാതെ പോകുന്നു? അത് പറ്റത്തില്ല. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാതെ പോവാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതൊക്കെ ഇനി ഒരിക്കലാവാം. അന്ന് നമുക്ക് ഒരുമിച്ച് കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യാം. ഇപ്പൊ എനിക്ക് ബാങ്കിൽ പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. ശരി എന്നാ. സച്ചിയുള്ള സമയത്താ മോള് വന്നിരുന്നെങ്കിൽ നന്നായേനെ. സച്ചേട്ടന് ഉണ്ണാൻ വരാനുള്ള സമയമായി. ആ കുറച്ചേരം കൂടെ വെയിറ്റ് ചെയ്താ ഊണും കഴിച്ചിട്ട് സച്ചേട്ടനെ കണ്ടിട്ട് പോ. അതെ, അതിനൊക്കെ സമയം വരും. ഇപ്പൊ എനിക്ക് പോയേ പറ്റൂ, അതുകൊണ്ടാ. ശരി എന്നാ ഇറങ്ങട്ടെ അമ്മ. ശരി ശരി മോളെ. ദൈവമേ, സച്ചേട്ടൻ. ആഹാ, പറഞ്ഞു തീർന്നില്ല, സച്ചേട്ടൻ വന്നു.
ഇനിയിപ്പോ ഊണ് കഴിച്ചിട്ട് പോയാ മതി. അതെ. അയ്യോ അത് പറ്റില്ല. ഏയ് ഒന്നും പറയണ്ട. സച്ചിയുടെ ആരാന്നറിയാവോ? ഇതാണ് ആയിഷേച്ചി, ഏട്ടന്റെ കൂട്ടുകാരന്റെ ഭാര്യ. ഓർമ്മയില്ലേ അന്ന് പണം കൊണ്ട് തന്ന്? നീ ഇപ്പൊ വന്നത് കൊണ്ട് ഐഷമോളെ കാണാൻ പറ്റി. മോളിതാ പോവാനിറങ്ങിയതാ. ആ. മോളെ ഇനിയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ടല്ലോ. ഇതാണ് സച്ചി, എന്റെ അച്ഛമോളുടെ ഭർത്താവ്. ആ അർച്ചന മോള് ഞാൻ തന്നെ അമ്മേ. എന്റെ സച്ചിനെ എനിക്കറിയാവുന്നതുപോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. നീ എന്താടാ ഐഷമോളെ കണ്ടപ്പോ ഇങ്ങനെ കണ്ണും പിടിച്ച് നോക്കുന്നു? നീ എന്തെങ്കിലും അവരോട് ചോദിക്കേ. ആയിഷയോട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഗൾഫിൽ എനിക്ക് ഇങ്ങനെ പണം തന്ന് സഹായിക്കാൻ അധികം സുഹൃത്തുക്കളൊന്നുമില്ല. ആകെ 1-2 പേരേ ഉള്ളൂ. അവരോട്ട് തന്നെ വർഷങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. എന്റെ ഫ്രണ്ട്സിൽ ആരാ ആയിഷയുടെ ഹസ്ബൻഡ്. അത് പിന്നെ പണം തരാനുള്ളത് ആരാണെന്ന് ഓർത്ത് നോക്കിയാ മതി. എനിക്കങ്ങനെ പണം തരാൻ ആരുമില്ല. ഇത് ആരുടെ വീടാ? എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീടാ. ആ, മാത്യു സാർ വിളിച്ചായിരുന്നു. ആ, സാറ് പറഞ്ഞ പോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ദാ താക്കോല്. ഒന്ന് ഓർത്ത് നോക്കിയേ. അന്ന് നെല്ലിശ്ശേരിയിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ സ്വന്തം വീട്ടിൽ പോയി താമസിക്കാൻ പറഞ്ഞൊരു സുഹൃത്തില്ലേ? കുറച്ചുനാള് നിങ്ങളൊക്കെ അവിടെ താമസിക്കുകയും ചെയ്തായിരുന്നു. അത് മാത്യൂസ് അല്ലേ? അതെ, അത് തന്നെ, മാത്യൂസ് തന്നെ. അല്ല, ഈ മാത്യൂസും ആയിഷയും തമ്മിൽ അങ്ങോട്ടും മാച്ച് ആവുന്നില്ല.